ഉത്തരാഖണ്ഡിൽ നിന്നും ഒരു മലയാളി ദിനേശ് മയ്യനാട് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ദിനേശ് മയ്യനാട്, ഇപ്പോൾ താങ്കൾ ഉത്തരാഖണ്ഡിലാണോ ഉള്ളത്? എന്താണ് ഇപ്പോൾ നൽകാവുന്ന വിവരം? കുറച്ച് മലയാളികളും അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരമാണല്ലോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതെ, 28 പേര് അടങ്ങുന്ന ഒരു ബസ് അവിടുന്ന് പുറപ്പെട്ടിരുന്നു. ഗംഗോത്രിയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു, ഗംഗോത്രിക്ക് വേണ്ടി പുറപ്പെട്ടിരുന്നു. അവർ കുടുങ്ങിക്കിടക്കുകയാണ്. അവിടെ എല്ലാം ലാൻഡ് സ്ലൈഡ് ആയിട്ട് എല്ലാ റോഡും ബ്ലോക്ക് ആണ്. പക്ഷെ അവർ സേഫ് ആണെന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിയ ലേറ്റസ്റ്റ് വിവരം. അത് നമുക്ക് സ്ഥിരീകരിക്കാമല്ലോ അല്ലേ ശ്രീ ദിനേശ് മയ്യനാട്? മലയാളികൾ മുഴുവൻ സുരക്ഷിതരാണ്. സുരക്ഷിതരാണെന്നാണ് ഇപ്പൊ എനിക്ക്. ഞാനിപ്പോ ഒരു അരമണിക്കൂർ മുന്നേ സംസാരിച്ചു അവിടെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിട്ട്. അപ്പൊ അവര് പറയുന്നത് അവര് സുരക്ഷിതരാണ്, ബസ് എല്ലാം സുരക്ഷിത. പക്ഷെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ടെലിഫോണിൽ അവർ നേരത്തെ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവിടെ പ്രശ്നമുണ്ട് അല്ലെ? ആളുകളെ ഫോൺ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. അവിടെ കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്. പിന്നെ അവർക്ക് വിളിക്കാൻ പറ്റുന്നില്ല. അവർ ചാർജ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അത് ശ്രീ ദിനേശ് മയ്യനാട്, താങ്കൾ ഏത് ഭാഗത്താണ് ഉള്ളത്? ഇപ്പോൾ ഇവരെ അവിടെ നിന്നും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഏത് ഘട്ടത്തിലാണ്? ഉള്ളത് അവര് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ റോഡെല്ലാം ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം കൂടുതൽ പ്രശ്നം വരികയാണെങ്കിൽ അവര് എയർലിഫ്റ്റ് ചെയ്യും. ഇപ്പൊ മഴയുടെ പ്രശ്നമുണ്ടോ? നല്ല മഴയുണ്ട്. ഇപ്പോഴും റെഡ് അലേർട്ട് ആണ് കംപ്ലീറ്റ് ഉത്തരാഖണ്ഡ്. അതാണ് ഋഷികേശ് എന്നുള്ള റോഡ് കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും റോഡ് ബ്ലോക്കാണ്. കംപ്ലീറ്റ് സ്ഥലത്ത് മാത്രമല്ല പ്രശ്നമുള്ള, എല്ലാ സ്ഥലത്തും പ്രശ്നമാണ്. അപ്പൊ അത് കാരണമാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എനിക്ക് കിട്ടിയ വിവരം. താങ്കൾക്ക് വിവരം കിട്ടിയത് എപ്പോഴാണ് ശ്രീ ദിനേശ്? അരമണിക്കൂർ മുന്നെയാണ് എനിക്ക് വിവരം കിട്ടിയത്. ഓക്കെ, അപ്ഡേഷൻ താങ്കളിൽ നിന്ന് നമുക്ക് കിട്ടുമല്ലോ അല്ലെ? ഇനി അവർ ബന്ധപ്പെടാൻ കഴിയുകയാണെങ്കിൽ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും, ഉറപ്പായിട്ടും. വളരെ നന്ദി ദിനേശ് മയ്യനാട്, ലോക കേരള സഭ അംഗമാണ് അദ്ദേഹം ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഈ പ്രതികരണം നൽകിയിരിക്കുന്നത്. ഏതായാലും 28 മലയാളികൾ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ അവിടെ സുരക്ഷിതരായി തന്നെ നിൽക്കുന്നു. അവരെ അവിടെ നിന്നും നീക്കാനുള്ള, അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായി നിൽക്കുന്നത്. ഒരു തരത്തിലും സാധിച്ചില്ലെങ്കിൽ അവരെ എയർലിഫ്റ്റ് ചെയ്യും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും അറിയാനായത് എന്നാണ് ഇപ്പോൾ ദിനേശ് മയ്യനാട് പറഞ്ഞത്.